ലോകേഷ് കനകരാജ് ഡയറക്റ്റ് ചെയ്യുന്ന തലൈവർ 171 ടൈറ്റിൽ റിവീൽ ഞാൻ കണ്ടായിരുന്നു. ടൈറ്റിലിൻ്റെ പേര് കൂലി എന്നാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് പോസിറ്റീവായിട്ട് തോന്നിയ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗിരീഷ് ഗംഗാധരൻ ആണ് DOP എന്നുള്ളതാണ്. ആസ് യൂഷ്വൽ അൻപരിവ് തന്നെ ഫൈറ്റ്, ആസ് യൂഷ്വൽ മ്യൂസിക് അൻ്റത് തന്നെ ലോക്കി വേഴ്സിലുള്ള എല്ലാ ആൾക്കാരും ഇതിനകത്തുണ്ട്. പക്ഷേ ഒരു പുതുമയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ആഗ്രഹമുണ്ട് എന്തെങ്കിലും കാണാനായിട്ട്. എസ്പെഷ്യലി ലോകേഷ് കനകരാജ് എന്നുള്ള ഡയറക്ടർ രജനീകാന്ത് എന്നുള്ള നടനെ വെച്ചിട്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ആ നടനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതൊക്കെ കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷോ രാവിലെ തന്നെ പടം പോയി കാണും, അത് വേറെ കാര്യം. പക്ഷേ ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഇത് ജസ്റ്റ് ഒരു ടൈറ്റിൽ റിവീലിൻ്റെ ഒരു വീഡിയോ ആണ്. പക്ഷെ അതിന് 3 മിനിറ്റോളം ഉണ്ടായിരുന്നു. ആ 3 മിനിറ്റും എനിക്ക് വലിയ എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവത്തിൻ്റെ ഇടയിൽ ഗോൾഡ് മാത്രം എടുത്ത് നിൽക്കുന്ന രീതിയിൽ ഗോൾഡ് സ്മഗ്ലിംഗ് എന്തോ പരിപാടിയാണെന്നുള്ള കാണിക്കാനുള്ള ഗോൾഡിന് എംഫസിസ് കൊടുത്തിരിക്കുന്ന ആ സ്റ്റൈൽ ഓഫ് എഡിറ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് പുറമെ ബാക്കിയുള്ള ഒന്നും വലിയ ഒരു എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ, ഞാൻ തുറന്ന് പറയണം, ഫാൻസായിട്ടുള്ള ആൾക്കാർ ഒന്നും വിചാരിക്കരുത് ഞാനൊരു കട്ട ഫാനാണ് തലൈവറിൻ്റെ. പക്ഷേ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സാധനം എനിക്ക് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ വിക്രത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് ടീസർ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീലാണ് മറ്റേ ആ സാധനം വരുമ്പോൾ മച്ചാൻ വന്ന് ബിരിയാണി വിളമ്പണം ആരംഭിക്കില്ലാമെന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറെ വൈബ് തന്നെയായിരുന്നു ആ സാധനം. അതിനുശേഷം നമ്മുടെ ലിയോടെ വന്നപ്പോഴും അതും ഒരു മറ്റേ ബ്ലഡി സ്വീറ്റ്, അതൊക്കെ ഒരു രസമായിരുന്നു കാണാൻ, മനസ്സിലായോ? ഇതിൽ ആ ഒരു പഞ്ച് കിട്ടിയില്ല എനിക്ക്. ആ ഒരു പഞ്ച് എനിക്ക് കിട്ടിയില്ല, ഞാനത് തുറന്നു പറയാം. അപ്പോൾ ഫാൻസ് എൻ്റെ അടുത്ത് പൊങ്കാലിടാൻ വരരുത്, കാരണം ഞാനൊരു ഫാനാണ്, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പൊങ്കാലിടാൻ വന്നാൽ നല്ല തൃക്കാവടി പൊങ്കാല തിരിച്ചനങ്ങ് തരും, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എനിക്ക് ഈ ടീസർ സാറ്റിസ്ഫാക്ടറി, ടീസർ എന്നല്ല, ഇതിൽ ലോഗോ റിവീൽ അല്ലെങ്കിൽ നെയിം റിവീൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവർ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് വരുന്നതായിരുന്നു ടൈറ്റിൽ റിവീലിന്, അങ്ങനെ എന്തോ ആണ് 3 മിനിറ്റ് ഒരു ടൈറ്റിൽ റിവീലിന്. അതവരുടെ ഇഷ്ടമാണ്, ഡയറക്ടറിൻ്റെ ഇഷ്ടമാണ് എത്ര മിനിറ്റ് വേണം മറ്റേ മറിച്ചാന്നൊക്കെ ഉള്ളത്. എന്തായാലും എനിക്ക് അത്ര വലിയ ആയിട്ട് തോന്നിയില്ല, അത് തന്നെ കാര്യം. അപ്പോൾ ലോകേഷ് കനകരാജിനെ ലോക്കി എന്ന് വിളിക്കുന്നതിനോട് അതും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ബട്ട് ഫോർ മീ ദ റിയൽ ലോക്കി ഇസ് അൺഡൗട്ടഡ്ലി ദ ലോക്കി, അത്രേ ഉള്ളൂ. എന്തായാലും ലോകേഷ് കനകരാജിൻ്റെ ഒരു ഫാൻ തന്നെയാണ് ഞാൻ, തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടമാണ് പുള്ളിയുടെ സിനിമകൾ. പക്ഷേ ഈ ഒരു ചെറിയ സാധനം, ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ സിനിമ ഇഷ്ടപ്പെട്ടുകൂടാ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതിനെ വെച്ച് ഞാൻ സിനിമയും ജഡ്ജ് ചെയ്യുന്നില്ല. എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ എനിക്ക് എൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് വന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് മാത്രം പറയാണ്. പിന്നെ ഈവൻ അനിരുദ്ധ് മ്യൂസിക് ഇതിനകത്ത് കേട്ടപ്പോൾ എനിക്ക് ടിപ്പിക്കൽ അനിരുദ്ധ് ആയിട്ട് ഫീൽ ചെയ്തു. ഒരു വാവ് ഫാക്ടർ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, അത്രേ ഉള്ളൂ. ബട്ട് ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഡേ ഞാൻ എൻ്റെ സ്വന്തം പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ രാവിലെ, ഇത് ഏത് പാതിരാവിലെ ഇറങ്ങിയാലും ഈ സിനിമ ഞാൻ പോയി കാണും. അതിൻ്റെ അഭിപ്രായം ഞാൻ തുറന്ന് പറഞ്ഞിരിക്കും. ഇതിൻ്റെ ട്രെയിലർ എന്തെങ്കിലും വരികയാണെങ്കിൽ അതും ഞാൻ തീർച്ചയായിട്ടും അതിനെ പറ്റിയുള്ള അഭിപ്രായം പറയാം. പിന്നെ ഈ സിനിമയിൽ വേറെ ആൾക്കാർ ആരൊക്കെയാണ് അഭിനയിക്കുന്നത്, ഇതിൽ നടി ആരാണെന്നൊന്നും ഇതിനകത്ത് കാണിച്ചില്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരൊറ്റ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇതായിട്ട് സംബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽസും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഇതിൽ എന്തൊക്കെ കാണിച്ചോ അത് വെച്ച് മാത്രം ഈ ഒരു വീഡിയോ മാത്രമാണ് ഞാൻ അഭിപ്രായമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വരട്ടെ, ടീസർ വേറെ വരുന്നുണ്ടെങ്കിൽ വരട്ടെ. ഷൂട്ടിംഗ് കമൻസസ് എന്നൊക്കെയാണ് പറയുന്നിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും ഇത് കൃത്യമായിട്ട് എന്നാ റിലീസ് ചെയ്യണം അങ്ങനത്തെ ഡേറ്റ് ഒന്നും ഞാൻ കണ്ടില്ല. ഇതാണ് എനിക്ക് തോന്നിയത്, ഞാനത് തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. തലൈവർ ഫാൻ ആയിരിക്കും എന്നും എക്കാലവും, അതിലൊന്നും ഒരു ഡൗട്ടുമില്ല. എന്തായാലും വരട്ടെ, സിനിമ വരട്ടെ, ട്രെയിലർ വരട്ടെ, ആദ്യം ട്രെയിലറിന് റിയാക്ട് ചെയ്യാം, ടീസറിന് റിയാക്ട് ചെയ്യാം, അതൊക്കെ വരികയാണെങ്കിൽ. അല്ലെങ്കിൽ നേരെ പോയി സിനിമ കണ്ട് അഭിപ്രായം പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ നോ ഹാർഡ് ഫീലിങ്സ് ഫാൻസ്. ഐ എം ഓൾസോ ആസ് എ ഫാൻ ബോത്ത് ഓഫ് ദ ഡയറക്ടർ ആൻഡ് ദ തലൈവർ, അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷേ നമ്മൾ ബ്ലൈൻഡ് അല്ല, ഉള്ള കാര്യം അങ്ങോട്ട് പറയും, അത്രേ ഉള്ളൂ. എനിക്ക് എന്ത് തോന്നി മനസ്സിൽ അത് ഞാൻ ഉള്ള പോലെ തന്നെ അങ്ങോട്ട് പറയും.
അതിപ്പോൾ വിജയണ്ണനായാലും ശരി, ആരായാലും ശരി. എനിക്ക് ലിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് പാർത്ഥിവൻ്റെ ആ സംഭവം എനിക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പറഞ്ഞ അന്ന് എന്നെ പൊങ്കലിടാൻ വന്ന ഒറ്റത്തരമാരെ ഞാൻ ഗില്ലി റിലീസ് ചെയ്തപ്പോഴൊന്നും കണ്ടില്ല. ഞാൻ അന്നും പറഞ്ഞിരുന്നു ഞാൻ വിജയനെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ്, പക്ഷേ ഞാൻ ബ്ലൈൻഡ് ഫാനല്ലാണ്. എന്നാലും ഗില്ലി റിലീസ് ചെയ്ത ദിവസം തന്നെ രാവിലെ കാണാൻ ഞാനുണ്ടായിരുന്നു. അത് മറക്കണ്ട. അപ്പോൾ ഫാൻ എന്ന് പറഞ്ഞ് വെറുതെ ആൾക്കാരെ മെക്കിട്ട് കയറുന്ന ആൾ മാത്രമല്ല, അല്ലാതെ മെനക്ക് ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴേക്കും പോയി കണ്ട് സത്യസന്ധമായ അഭിപ്രായം പറയുന്ന ആൾക്കാരും ഫാനായിട്ടുള്ളവർ തന്നെയാണ്. അതൊന്ന് റിമൈൻഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.